പ്രകാശമേ മിഴി തുറക്കുക വേഗം. സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. തൻ്റെ ആരോഹണത്തിന് ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കവേ അവൻ ജെറൂസലമിലേക്ക് പോകാൻ ഉറച്ചു. തൻ്റെ ആരോഹണത്തിൻ്റെ ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കവേ അവൻ ജെറൂസലമിലേക്ക് പോകാൻ ഉറച്ചു. സ്നേഹമുള്ളവർ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പറയാം. ആദ്യത്തെ 2 അധ്യായങ്ങൾ ബാല്യകാല സുവിശേഷം, ശൈശവ സുവിശേഷം. അതിനുശേഷം 3 ഭാഗമായി തിരിച്ചിരിക്കുന്നു. 3 മുതൽ 9 വരെയുള്ള അധ്യായങ്ങൾ യേശു ഗലീലയിലെ പ്രവർത്തനങ്ങളാണ്. പിന്നെ ജെറൂസലം യാത്ര, അവസാനം ജെറൂസലമിലെ പ്രവർത്തനം. അപ്പോൾ ഗലീലയിലെ പ്രവർത്തനങ്ങൾ, ജെറൂസലം യാത്ര, ജെറൂസലമിലെ പ്രവർത്തനങ്ങൾ. അതിൽ 2ാമത്തെ ഭാഗം, അതിൻ്റെ മധ്യഭാഗം തുടക്കമാണ്. ജെറൂസലമിലേക്ക് പോകാൻ ഉറച്ചു. തൻ്റെ ആരോഹണത്തിൻ്റെ ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുക. ആരോഹണം സ്വർഗ്ഗാരോഹണമാണ്. മരണവും ഉത്ഥാനവും വഴി പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്ന ആ കാലം പൂർത്തിയാകുമ്പോഴാണ് യേശു ജെറൂസലമിലേക്ക് പോകാൻ ഉറച്ചെടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തിന് മാറ്റമില്ല. അറിയാം, അവൻ പോകുന്നത് മരണത്തിലേക്കാണ്. തന്നെ കാത്തിരിക്കുന്നത് ഓസാന വിളികൾ മാത്രമല്ല, അതിനപ്പുറത്ത് അവനെ ക്രൂശിക്കുക എന്ന് പറയുന്നത് കുരിശും മരണവും അതിനപ്പുറവും ഉത്ഥാനവും ഉണ്ട്. അപ്പോൾ യേശു പോകുന്നത് ആ ബോധത്തിലൂടെ പോകാൻ ഉറച്ച തീരുമാനമാണ്. താൻ നിശ്ചയിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതി അതാണ്. തൻ്റെ മരണവും ഉത്ഥാനവും വഴിയായിരിക്കും ലോകത്തിന്, മനുഷ്യർക്ക് നിത്യജീവൻ ലഭിക്കുക. അപ്പോൾ ആ ഒരു പോകാൻ ഉറയ്ക്കുമ്പോൾ നമ്മുടെ എടുക്കുന്ന തീരുമാനം, നമ്മളെ വിളിക്കുന്നത് മരണം വഴി നിത്യജീവനിലേക്ക് പ്രവേശിക്കാനാണ്. അപ്പോൾ നിത്യജീവനിലേക്കുള്ള ആ വിളി സ്വീകരിക്കുമ്പോൾ ഓർക്കണം, അത് പോകുന്നത് കുരിശുമെടുത്ത് പോകുന്ന യേശുവിൻ്റെ പിന്നാലെയാണ്. അപ്പോൾ യേശു പോകുന്ന ജെറൂസലത്തേക്കാണ്. ജെറൂസലത്തെ അവനെ കാത്തിരിക്കുന്നത് ഓസാന വിളി മാത്രമല്ല, അതിനപ്പുറത്ത് ക്രൂശിക്കുക എന്ന് പറയുന്ന ആക്രോശങ്ങളുണ്ടാകും, മരണശിക്ഷയുണ്ടാകും, കുരിശു മരണമുണ്ടാകും. അതിനപ്പുറത്ത് ഉത്ഥാനവും സ്വർഗ്ഗാരോഹണവും ഉണ്ടാകും. അപ്പം നമ്മളെയും വിളിച്ചിരിക്കുന്നത് കുരിശുമെടുത്ത് അവനെ അനുഗമിക്കാനാണ്, അവൻ്റെ പിന്നാലെ പോകാൻ തയ്യാറാകണം. അപ്പം നമ്മൾ യേശുവിൻ്റെ ശിഷ്യന്മാരാണെന്ന് പറയുന്നത്, ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നത്, ക്രിസ്ത്യാനികൾ കുരിശു വരച്ചാൽ മാത്രം വരെ കുരിശെടുക്കാൻ സന്നദ്ധമാണ്. എന്താണ് കുരിശെടുക്കുക? യേശു ആഗ്രഹിച്ച, പഠിപ്പിച്ച വിധത്തിൽ ജീവിക്കുക, പരസ്പരം സ്നേഹിക്കുക, ക്ഷമിക്കുക, പങ്കുവയ്ക്കുക, അതിനുവേണ്ടി ക്ലേശങ്ങൾ സഹിക്കാൻ തയ്യാറാവുക. കുരിശ് പുഷ്പിച്ച കുരിശ് മാത്രമാണ് ഓർക്കുക, ക്രൂശത്തിനുള്ള കുരിശ് കൂടിയാണ്. ഈ കുരിശിനപ്പുറത്താണ് രക്ഷ, കുരിശിലൂടെയാണ്. കുരിശില്ലാതെ ഉത്ഥാനമില്ല എന്ന് ഓർക്കുക. കുരിശെടുക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ നമുക്ക് ഉത്ഥാനത്തിൽ മുങ്ങിയാൻ സാധിക്കില്ല. അപ്പോൾ യേശുവിനെ അനുഗമിക്കുന്നവൻ കുരിശുമെടുത്തിൻ്റെ പിന്നാലെ പോകാൻ തയ്യാറാകണം. ആ ഒരു കൃപ നമ്മൾ കുരിശ് വരയ്ക്കുമ്പോൾ, കുരിശെടുക്കുമ്പോൾ, കുരിശ് കാണുമ്പോൾ ഓർക്കുക, എനിക്ക് വേണ്ടി എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി ജീവൻ ത്യജിക്കുകയും ചെയ്ത യേശുവിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവൻ്റെ ജീവിതം അത്ഭുതങ്ങൾ മാത്രമല്ല, കുരിശു മരണവും അപ്പുറം ഉത്ഥാനവുമായിരുന്നു. അപ്പോൾ സ്നേഹം ത്യാഗങ്ങൾ ഏറ്റെടുക്കാൻ, മരണം വരെ ഏറ്റെടുക്കാൻ, അതിനപ്പുറത്ത് പ്രത്യാശയോടെ ജീവിക്കാൻ ഉള്ള കൃപ അത് നമ്മൾ പ്രദാനം ചെയ്യട്ടെ. നിൻ വഴിയേ നടക്ക